വെറുതെ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പോവുക, ആടെ കുറച്ച് നേർച്ച കൊടുക്കുക, ആടന്ന് കിട്ടുന്ന ഭസ്മം തൊടുക, ആടന്ന് കിട്ടുന്ന ചന്ദനം തൊടുക, എന്നിട്ട് ദൈവമേ എന്നെ A+ വാങ്ങി തരണേ. എന്റെ നാട്ടിലുണ്ട് ഒരു നീലക്കരിങ്കാളി അമ്പലം. ആ അമ്പലത്തിൽ കഴിഞ്ഞ മെയ് 8-ാം തീയതി ഭയങ്കര തിരക്ക്. എന്താ തിരക്ക്? ഞാൻ അടുത്ത വാദ്യക്കാരനെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോ വാദ്യക്കാരൻ പറഞ്ഞു ഇന്ന് SLC റിസൾട്ടാ, കുട്ടികളെല്ലാം വന്നിട്ട് 200, 500, 100 ഇട്ടിട്ട് ഫുൾ A+ കിട്ടണേ എന്നാ പ്രാർത്ഥന. എല്ലാം വന്നിട്ട് ഫുൾ A+. ഞാൻ ഒറ്റ ചിരിച്ചപ്പോ എന്റെ മോനുണ്ട് കാറിൽ. മോൻ ചോദിച്ചു അച്ഛൻ എന്തിനാ ചിരിച്ചേ? ഞാൻ പറഞ്ഞു നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച. കാരണം ഇവന്റെ പേപ്പർ വാല്യുവേഷൻ മുഴുവൻ 3 ആഴ്ച മുമ്പ് കംപ്ലീറ്റ് ആക്കി, അത് മുഴുവൻ ടാബുലേഷൻ നടത്തി കടലാസിൽ മാർക്ക് എഴുതി വെച്ചു അല്ലേ. അത് മുഴുവൻ നെറ്റിൽ അടിച്ചു കയറ്റി. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ആ എൻ്റർ ബട്ടൺ അമർത്തിയാൽ ഇത് നെറ്റിൽ അപ്ലോഡ് ആവും. അപ്പൊ ലോകത്തിന്റെ ഏത് മൂലക്കൊന്നും ഇവന്റെ മാർക്ക് ഡൗൺലോഡായി കിട്ടും. അന്നേരാണ് ഇവൻ കൊണ്ടുപോയി 500 രൂപയും കൊടുത്തിട്ട് എനിക്ക് ഫുൾ A+ വേണമെന്ന് നീലക്കരിങ്കാലിയോട് പറയുന്നത്. 3 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നീലക്കരിങ്കാലി തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോണ്ടി വരും. വേണ്ടേ? അവിടെ പോയിട്ട് ഇവൻ എഴുതിയ മാർക്ക് തിരുത്തിയിട്ട് ഇവന് ഫുൾ A+ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇത് കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണ്ടേ. കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയില്ലല്ലോ. അപ്പൊ പാസ്വേഡ് അറിയില്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കയറാനുള്ള കൊള്ള നടത്തുക. അതിന് കമ്പ്യൂട്ടർ ഭാഷയെ പറയാ ഹാക്ക് ചെയ്യാന്ന. അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടി കൊടുത്തിട്ട് ഫുൾ A+ ഉണ്ടാക്കുന്ന ആളാണ് ദൈവമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന രക്ഷിതാവിനും അധ്യാപകർക്കും ആദ്യം ചൂരല് കൊണ്ട് അടി കൊടുക്ക്. ഇതാണ് ദൈവവിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നമ്മളെ. ഇതൊന്നും അല്ല ദൈവവിശ്വാസം. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലുള്ള പ്രകാശത്തെ വളർത്തുകയാണ്. ആ വളർത്താനാണ് ആദ്യത്തെ വേദമന്ത്രങ്ങളുടെ മൂലമന്ത്രം. അറിയുമോ? ആദ്യം പ്രാർത്ഥിച്ചത് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ബുദ്ധി നന്നായിട്ട് വളരുന്നുണ്ട്. നമ്മുടെ 10 ഇരട്ടി ബുദ്ധി നമ്മുടെ കുട്ടികൾക്കുണ്ട്. പക്ഷേ അത് മനസ്സായി മാറാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക കുട്ടികളും A+ ആണ്. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നമ്മളെല്ലാം നല്ല പ്രിയപ്പെട്ട നടനായിട്ട് കണ്ട പ്രധാനപ്പെട്ട 2 യുവ നടന്മാർ, കുട്ടികളൊക്കെ മാതൃകയാക്കിയിരിക്കുന്ന, സ്റ്റാറ്റസ് ആക്കിയിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്ന 2 നടന്മാര് ഇന്ന് കൊച്ചിയിൽ കൊക്കൈൻ കഴിച്ചതിന്റെ പേരിൽ, മയക്കുമരുന്ന് പാർട്ടി നടത്തിയതിന്റെ പേരിൽ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പോവാ. നല്ല വിവരമുണ്ട്. എന്താ കാര്യം? സ്കൂളിൽ പോവാത്ത ഒരു കുട്ടിയില്ല, എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. ഈ പഠിച്ച കുട്ടികളിൽ 2 മയക്കുമരുന്ന് കഴിച്ചിട്ട് അവിടെ ഏറാമലയിൽ കിടന്ന് മരിച്ചത് ഇല്ലേ?